പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. നമ്മുടെ ലെൻറ്റ് 50 ദ ജേർണി നോമ്പുകാല യാത്രയുടെ 4-ാം ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വചനത്തിൽ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ ഒരു കൗതുകകരമായ ഒരു കാര്യമുണ്ട്. മരിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് യേശു അന്ത്യത്താഴം കഴിക്കുമ്പോൾ ശിഷ്യന്മാർ തമ്മിൽ തല്ലുകൂടുകയാണ്. നമ്മളിൽ ആരാണ് വലിയവനെന്ന്. ഇതിനെക്കുറിച്ചൊരു കുഞ്ഞു കഥയുണ്ട്. ഒരിക്കൽ ഒരു വലിയ പണ്ഡിതൻ ഒരു തോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അയാൾ തോണിക്കാരനോട് ചോദിച്ചു, നിനക്ക് ചരിത്രം അറിയാമോ? തോണിക്കാരൻ പറഞ്ഞു, ഇല്ല. പണ്ഡിതൻ പരിഹസിച്ചു, നിന്റെ ജീവിതത്തിൻ്റെ പകുതി പാഴായിപ്പോയി. പെട്ടെന്ന് തോണി മറിയാൻ തുടങ്ങി. അപ്പോൾ തോണിക്കാരൻ തിരിച്ചു ചോദിച്ചു, സാർ, നിങ്ങൾക്ക് നീന്താൻ അറിയാമോ? പണ്ഡിതൻ പറഞ്ഞു, ഇല്ല. തോണിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ സാറിൻ്റെ ജീവിതം മുഴുവൻ പാഴായിപ്പോയി. നമ്മളും പലപ്പോഴും ഞാനാണ് വലിയവൻ എന്ന അറിവിലും അഹങ്കാരത്തിലുമാണ്. പക്ഷേ യേശു ചോദിക്കുന്നത് നിനക്ക് സ്നേഹിക്കാൻ അറിയാമോ എന്നാണ്. 3 കൊച്ചു കാര്യങ്ങൾ. 1, വിളമ്പുന്നവനാകാം. ദ ജോയ് ഓഫ് സെർവിങ്. ലോകം പഠിപ്പിക്കുന്നത് ഭരിക്കാനാണ്. പക്ഷേ യേശു അവിടെ ഭക്ഷണം വിളമ്പുന്നവനായി വന്നു. ഇനി വീട്ടിൽ ഭക്ഷണം കഴിച്ച ശേഷം സ്വന്തം പ്ലേറ്റ് കഴുകുന്നത് കൂടാതെ മറ്റൊരാളുടെ പ്ലേറ്റും കൂടി ഒന്ന് കഴുകി വയ്ക്കാൻ ശ്രമിക്കൂ. ആ ചെറിയ പ്രവൃത്തിയാണ് വലിയ ശുശ്രൂഷ. 2-ാമത്തെ കാര്യം, വാശി വേണ്ട, വിട്ടുകൊടുക്കാം. ലെറ്റ് ഗോ ഓഫ് ഈഗോ. ഞാൻ പറഞ്ഞതേ നടക്കാവൂ എന്ന വാശി പലപ്പോഴും കുടുംബങ്ങളിൽ സമാധാനം കളയാറുണ്ട്. യേശു അധികാരം കാണിക്കാനല്ല, അധികാരം വിട്ടുകൊടുക്കാനാണ് പഠിപ്പിച്ചത്. ഇന്ന് ആരെങ്കിലും നിങ്ങളെ തിരുത്തിയാൽ ദേഷ്യപ്പെടാതെ, ശരിയാണ്, ഞാൻ ശ്രദ്ധിക്കാം എന്നൊന്ന് പറഞ്ഞു നോക്കൂ. സമാധാനം അവിടെ വരും. 3-ാമത്തെ കാര്യം, കൂടെ നിൽക്കാം. ലോയൽറ്റി മാറ്റേഴ്സ്. കഷ്ടപ്പാടുകളിൽ തന്നോടൊപ്പം നിന്നവരെ യേശു അഭിനന്ദിക്കുന്നുണ്ട്. നമ്മൾ നല്ല കാലത്ത് എല്ലാവരുടെയും കൂടെ ഉണ്ടാകും. പക്ഷേ പ്രയാസം വരുമ്പോൾ മാറും. ഇന്ന് വിഷമിക്കുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നും പറയും. അതവർക്ക് വലിയൊരു കരുത്താണ്. 3 കാര്യങ്ങൾ. 1, സഹായിക്കാം, സർ. 2, വിട്ടുകൊടുക്കാം, ഹംബിൾ. 3, കൂടെ നിൽക്കാം, സ്റ്റേ ലോയൽ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാല യാത്ര നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ സന്ദേശം ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ കൊച്ചു ഗ്രൂപ്പുകളിലൂടെ സ്നേഹത്തിൻ്റെ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.